മറ്റൊരു രസകരമായിരിക്കുന്ന ഒരു വാക്കാണ് നെയ്തർ നോർ എന്ന് പറയുന്നത്. കൺജങ്ഷനിലെ രസകരമായിരിക്കുന്ന മറ്റൊരു വാക്ക്. ഈ നെയ്തർ നോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മലയാള അർത്ഥം അതുമല്ല ഇതുമല്ല, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. രണ്ടുമല്ല എന്നുള്ള അർത്ഥത്തിലാണ് നെയ്തർ നോർ ഉപയോഗിക്കുന്നത്. അതുമില്ല, 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 ഇതുമില്ല, അതുമല്ല, ഇതുമല്ല എന്നൊക്കെ അർത്ഥത്തിൽ നമ്മൾ നെയ്തർ നോർ ഉപയോഗിക്കുന്നു. ഒരാൾ നമ്മളോട് പറയുകയാണ്, എനിക്ക് മൊബൈൽ വേണം, അല്ല എങ്കിൽ എനിക്ക് പണം പണം വേണം എന്ന് നമ്മളോട് പറയുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ നമ്മൾ പറയുവാണ്, ഞാൻ നിനക്ക് പണവും തരില്ല, മൊബൈലും വാങ്ങിത്തരികയില്ല എന്ന് നമ്മൾ പറയണം. അങ്ങനെ പറയുന്ന സാഹചര്യത്തിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഐ വിൽ give you neither mobile nor money. ഇവിടെയാണ് ഈ സെന്റൻസ് ഉപയോഗിക്കുന്നത്. ഐ വിൽ ഗീവ് യു നെയ്തർ മൊബൈൽ നോർ മണി. ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളിവിടെ നോക്കുമ്പോൾ ഐ വിൽ ഗീവ് യു എന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ല. കാരണം ഇവിടെ നെയ്തർ നോർ എന്ന് പറയുന്നത് നെഗറ്റീവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ പറയുന്നത്, ഞാൻ നിനക്ക് മൊബൈലും തരികയില്ല, പണവും തരികയില്ല. പല സാഹചര്യവും നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലോ. ഞാൻ വരികയില്ല, ഞാനായിട്ട് പോവുകയില്ല, ഞാനായിട്ട് എടുക്കുകയില്ല, ഞാനായിട്ട് നിങ്ങൾക്കിട്ട് തരികയില്ല. അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വാക്കാണ് നെയ്തർ നോർ എന്ന് പറയുന്നത്. ഓർ ഉപയോഗിച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, ഏതർ ഓർ ഉപയോഗിച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് നെയ്തർ ഓർ നോർ ഉപയോഗിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഭാഷയ്ക്ക് കുറച്ചും കൂടെ ഒരു ഭംഗി വരും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് നെയ്തർ നോർ. അപ്പൊ നിങ്ങൾക്ക് നെയ്തർ നോർ മനസ്സിലായല്ലോ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് സെന്റൻസ് ഉണ്ടാക്കി നോക്കുക. നമ്മൾ അതിന്റെ ഒരു ചെറിയൊരു എന്താണ് നെയ്തർ നോർ എന്ന് മാത്രമേ നമ്മളിവിടെ പ്രതിപാദിക്കുന്നുള്ളൂ.